ഹലോ മക്കളെ, അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടാവും നമ്മുടെ എക്സാം വരുന്നുണ്ട് പ്രീ നീറ്റ് അല്ലെങ്കിൽ പ്രീ ജെഇ എക്സാം. അപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും എന്തിനു വേണ്ടിയിട്ടാണ് ഞാൻ ഈ പ്രീ നീറ്റ് അല്ലെങ്കിൽ പ്രീ ജെഇ എക്സാം എഴുതുന്നത്. മക്കളെ, കാര്യം വളരെ സിമ്പിളാണ്. അതായത് നമ്മുടെ ഈ ഒരു പ്രീ നീറ്റ് ആയാലും പ്രീ ജെഇ ആയാലും നമ്മളുടെ ഒറിജിനൽ നിങ്ങൾ എഴുതാൻ പോകുന്ന എക്സാം അല്ല. നിങ്ങൾ എല്ലാവരും എന്തിനാണ് ഇപ്പോൾ ഇതിനു വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ആ ഒരു ഫൈനൽ ഡേക്ക് വേണ്ടിയിട്ടാണ്, ആ ഒരു എക്സാം ഡേക്ക് വേണ്ടിയിട്ടാണ്. പക്ഷേ നിങ്ങൾ ആദ്യമായിട്ടാണ് പ്രിപ്പയർ ചെയ്യുന്നത്, അല്ലെങ്കിൽ നിങ്ങളൊരു +1 സ്റ്റുഡൻ്റ് ആണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു +2 സ്റ്റുഡൻ്റ് ആയാലും നിങ്ങൾ റിപ്പീറ്റേഴ്സ് ഒന്നും അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയില്ല എങ്ങനെയാണ് നിങ്ങളുടെ എക്സാം പാറ്റേൺ, അല്ലെങ്കിൽ നമ്മൾ ഇതുവരെ ആ ഒരു എക്സാമിൻ്റെ അറ്റ്മോസ്ഫിയർ ഫീൽ ചെയ്തിട്ടില്ല. അപ്പം നമ്മളുടെ പ്രിപ്പറേഷൻ്റെ സമയത്ത്, അപ്പോൾ നിങ്ങളൊരു +2 സ്റ്റുഡൻ്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വൈകാതെ കുറച്ച് മാസങ്ങൾക്ക് ശേഷം നിങ്ങളുടെ എക്സാമിലേക്ക് എത്തുകയാണ്. അപ്പോൾ ആ ഒരു എക്സാം ഡേക്ക് മുൻപായിട്ട് നമ്മൾ എന്തൊക്കെ പ്രിപ്പറേഷൻസിലാണ് മാറ്റം വരുത്തുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മൾ എക്സാം ചെയ്യുന്ന സമയത്ത്, ഇപ്പോൾ നീറ്റ് ആണെങ്കിൽ നിങ്ങൾ പേപ്പർ പെൻ OMR ആണ് അല്ലേ, അപ്പോൾ നിങ്ങൾ ആ സമയത്ത് എന്തൊക്കെയാണ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ നമ്മൾ ആ ഒരു കണ്ടീഷൻസിലൂടെ നമ്മൾ പോകുന്ന സമയത്ത് നമ്മൾ ഫേസ് ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ നമ്മൾ മുൻകൂട്ടി അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കുറേ മാറ്റങ്ങൾ വരുത്താൻ പറ്റും. അല്ലെങ്കിൽ ചില സമയത്ത് നമ്മൾ ഇത്രയും കാലം ചെയ്തുകൊണ്ട് വരുന്ന ചില മിസ്റ്റേക്സ്, ഇപ്പം നമ്മൾ പേപ്പറിൽ OMR കറുപ്പിക്കുന്നതായിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ, അപ്പോൾ അങ്ങനത്തെ മിസ്റ്റേക്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കത് മുൻകൂട്ടി അറിയാൻ പറ്റും. ഇനി അതുമല്ല, നിങ്ങളൊരു +1 സ്റ്റുഡൻ്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രിപ്പറേഷൻസ് തുടങ്ങിയിട്ട് ചിലപ്പോൾ മാസങ്ങളെ ആയിട്ടുണ്ടാവുള്ളൂ, 1, 2, 3 മാസങ്ങളായിട്ടുണ്ടാവുള്ളൂ. അപ്പം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ വളരെ കറക്റ്റായിട്ട് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മളുടെ എക്സാം എങ്ങനെയാണെന്ന് നമ്മൾ മുന്നിൽ കണ്ടുകൊണ്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ അത് കുറച്ചുകൂടി സ്മൂത്തായിരിക്കും. അതായത് ഇപ്പോൾ ഒരു എക്സാം നമ്മൾ എഴുതി, അപ്പോഴാണ് നമുക്ക് മനസ്സിലാവും ഇങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻസ് വരാം, അല്ലെങ്കിൽ ഈ 3 സബ്ജക്ട്സ് ഞാൻ ഒരുമിച്ച് കാണുന്ന സമയത്ത് എനിക്ക് ഇവിടെയൊക്കെ ചിലപ്പോൾ എനിക്ക് ബയോളജി പെട്ടെന്ന് കിട്ടണില്ല, അല്ലെങ്കിൽ എനിക്ക് ഫിസിക്സിൽ കുറേ സമയം ആവശ്യം വരുന്നുണ്ട്. ഇങ്ങനെ കുറേ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുന്നത് നിങ്ങൾ ആ ഒരു 3 മണിക്കൂർ 20 മിനിറ്റിൻ്റെ ആ ഒരു കംപ്ലീറ്റ് എക്സാം, ആ ഒരു കംപ്ലീറ്റ് ടൈമിൽ അതേ അറ്റ്മോസ്ഫിയറിൽ എഴുതുമ്പോഴാണ്. അപ്പോൾ അതിനൊക്കെ എൻ്റെ കുട്ടികൾക്ക് കിട്ടുന്നൊരു ചാൻസാണ് നമ്മുടെ പ്രീ നീറ്റ് അല്ലെങ്കിൽ പ്രീ ജെഇ എക്സാം എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ താല്പര്യമുള്ള മക്കളാണെങ്കിൽ, താല്പര്യം ഉണ്ടെന്ന് ഇല്ലോ എന്നൊന്നും മിസ് പറയുന്നില്ല, നിങ്ങളൊരു സീരിയസ് ആസ്പിറൻ്റ് ആണ്, നീറ്റ് അല്ലെങ്കിൽ ജെഇ ആസ്പിറൻ്റ് ആണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും എഴുതേണ്ട ഒരു എക്സാം തന്നെയാണ് നമ്മുടെ എക്സാം എൻ്റെ പ്രീ നീറ്റ് ആൻഡ് പ്രീ ജെഇ എന്ന് പറയുന്നത്. അപ്പോൾ ഈ എക്സാം എഴുതി കഴിഞ്ഞാൽ, വൺസ് നിങ്ങൾ എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇത്രത്തോളം ഇമ്പോർട്ടൻസ് എൻ്റെ പ്രിപ്പറേഷൻസിൽ എനിക്ക് മാറ്റങ്ങൾ വരുത്താൻ പറ്റിയൊരു ടെസ്റ്റായിരുന്നു, ഞാനത് മിസ് ചെയ്ത് പോയി എന്ന് നിങ്ങൾ പിന്നീട് ചിന്തിച്ചിട്ട് കാര്യമില്ല. കാരണം നമ്മുടെ രജിസ്ട്രേഷൻ ഡേറ്റ് August 30th ആണ്. അതിനുശേഷം അയ്യോ മിസ് എനിക്കിത് ചെയ്യാൻ പറ്റിയില്ല, രജിസ്ട്രേഷൻ ലിങ്ക് ഒന്നുകൂടി ഓപ്പൺ ആക്കുമോ, ഇപ്പോഴാണ് എനിക്കതിൻ്റെ കാര്യം മനസ്സിലായത് എന്നൊന്നും പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി നമ്മുടെ കയ്യിൽ നിന്ന് പോയി അല്ലേ. വൺസ് രജിസ്ട്രേഷൻ ക്ലോസ് ചെയ്താൽ നമുക്കൊന്നും ചെയ്യാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ആരെങ്കിലും ഇതുവരെ ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ട്, അല്ലെങ്കിൽ ലേറ്റായിട്ട് വെച്ചതായിരുന്നു, അല്ലെങ്കിൽ ഇതുവരെ അറിഞ്ഞിട്ടില്ലെങ്കിൽ വേഗം തന്നെ രജിസ്റ്റർ ചെയ്യുക മക്കളെ. August 30th ആണ് ലാസ്റ്റ് ഡേറ്റ്. ആൻഡ് നമ്മുടെ രജിസ്ട്രേഷൻ ഫീ 150 rupees ആണ്. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു August 19th മുതൽ 150 rupees ആണെന്നുള്ളത്. അപ്പോൾ താല്പര്യമുള്ള മക്കളാണ്, അതല്ല ഒരു സീരിയസ് നീറ്റ് ആസ്പിറൻ്റ് ആണ്, ജെഇ ആസ്പിറൻ്റ് ആണെങ്കിൽ തീർച്ചയായിട്ടും ഇപ്പോൾ തന്നെ രജിസ്റ്റർ ചെയ്യുക, എക്സാം എഴുതുക, നിങ്ങളുടെ പ്രിപ്പറേഷൻസിൽ വേണ്ട മാറ്റങ്ങൾ ഇപ്പോൾ തന്നെ വരുത്തി തുടങ്ങും.